മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിനുള്ള പരിഗണനയിൽ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ഇല്ലെന്ന് റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെങ്കലം നേടിയ മനു പുരസ്കാരത്തിനായി അപേക്ഷിച്ചിട്ടില്ല എന്നാണ് കായിക മന്ത്രാലയത്തിന്റെ വിശദീകരണം. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അനിൽ, ഇന്ത്യയുടെ അഭിമാനമായിരുന്നു ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടർ എന്ന ബഹുമതിയൊക്കെ നേടിയ മനു ഭാക്കറെ ഇതിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ സാങ്കേതികമായി ചില കാര്യങ്ങളാണോ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ മനു ഭാക്കറിന്റെ ഇരട്ട വെങ്കല മെഡൽ നേട്ടം. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലും മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത്. ആദ്യമായിട്ടാണ് ഷൂട്ടിങ്ങിൽ ഒരു ഇന്ത്യൻ വനിതാ താരം മെഡൽ നേടുന്നത്. ഒരേ ഇയറിൽ 2 മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം. ഇങ്ങനെ നിരവധി റെക്കോർഡുകളോടുകൂടിയായിരുന്നു മനു ഭാക്കർ പാരീസിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചത്. വളരെ പ്രതീക്ഷയായിരുന്നു ഇത്തവണ അത് ഒരു വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഈ ഏറ്റവും ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി മനു ഭാക്കറിന് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇത്തവണത്തെ ഏറ്റവും വലിയ നേട്ടം ഒരുപക്ഷെ നീരജ് ചോപ്രയുടേതാണ്. പക്ഷേ നീരജ് ചോപ്രയ്ക്ക് നേരത്തെ തന്നെ ഈ പുരസ്കാരം ലഭിച്ചതിനാൽ മനു ഭാക്കറിന് ഇത്തവണ എന്തായാലും പുരസ്കാരം കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ മനു ഭാക്കർ തന്നെ അത് ആഗ്രഹിച്ചിരുന്നു. ഈ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ് ഏതാനും ദിവസത്തിനകം തന്നെ മനു ഭാക്കർ തന്നെ തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഇത്തവണത്തെ ഖേൽരത്നയ്ക്ക് താൻ അർഹയാണോ എന്ന തരത്തിൽ അത്തരം ഒരു പോസ്റ്റ് പോലും ഇടുകയും ചെയ്തിരുന്നു. അന്ന് അതിനെതിരെ വലിയ ട്രോളുകളും വിമർശനങ്ങളൊക്കെ ഉയർന്നെങ്കിൽ പോലും മനു അതിന് ഡിസർവിംഗ് ആണ് എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണത്തെ ഈ പുരസ്കാര സാധ്യതാ പട്ടികയിൽ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മനു ഈ പുരസ്കാര സാധ്യതയ്ക്ക് പുറത്താണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കായിക മന്ത്രാലയം പറയുന്നത് മനു ഭാക്കർ ഈ പുരസ്കാരത്തിന് അപേക്ഷിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ മനുവിൻ്റെ കുടുംബമായ അടുത്തുള്ള ആളുകൾ പറയുന്നത് അപേക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ ഇനി ഒരു വിശദീകരണം കായിക മന്ത്രാലയം തന്നെയാണ് തരേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഒരു പക്ഷേ ഒരു താരം അപേക്ഷിച്ചില്ല എങ്കിൽ കൂടി ഈ കമ്മിറ്റിക്ക് സ്വന്തം നിലയ്ക്ക് പുരസ്കാരം നൽകാം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. സുമോട്ടോ എന്ന തരത്തിൽ അത് കൊടുക്കാമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അർജുന അവാർഡിന് മുഹമ്മദ് ഷമി അപേക്ഷിച്ചിരുന്നില്ല. പക്ഷേ BCCI ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചതോടുകൂടി കഴിഞ്ഞ തവണ മുഹമ്മദ് ഷമിക്ക് ലോകകപ്പിലെ ഉജ്ജ്വല പ്രകടനം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് അർജുന അവാർഡ് സമ്മാനിക്കുകയൊക്കെ ചെയ്തു. ഒരുപക്ഷെ മനു ഭാക്കർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പുരസ്കാരം നൽകേണ്ടത് രാജ്യത്തിന്റെ കടമയാണ്, കായിക മന്ത്രാലയത്തിന്റെ കടമയാണ്. ഇങ്ങനെ ഒരു വലിയ നേട്ടം നേടിത്തന്ന താരത്തെ ഒരുപക്ഷെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും ഇത്. എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്നുള്ളതും ഇതിന് പിന്നാലെ അറിയേണ്ടതുണ്ട്. അന്ന് ചില രാഷ്ട്രീയ തീരുമാനങ്ങളോ ചില അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളും ഇതിൽ സ്വാധീനിച്ചോ എന്നും ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടിയിരിക്കുന്നു. ശരി, ഖേൽരത്ന പുരസ്കാരത്തിനായുള്ള പട്ടികയിൽ മനു ഭാക്കർ ഇല്ല. അതിന്റെ വിശദാംശങ്ങളാണ് അനിൽ വാസുദേവ് നൽകിയത്.